സമസ്താപരാധങ്ങളും പുറത്തു മാപ്പു നൽകൂ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് കൊണ്ടുപോയി. സുതലത്തിന്റെ കാവൽക്കാരൻ മഹാവിഷ്ണുവാണ്. എന്നിട്ട് പറഞ്ഞു, അടുത്ത ദേവേന്ദ്രനായിട്ട് ഞാൻ നിന്നെ വാഴിക്കും, അതുവരെ നീ സുതലത്തിൽ കഴിയണം. ആ മഹാബലിയെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വാമനമൂർത്തി അവതരിച്ച ദിവസത്തിന്റെ പേരാണ് തിരുവോണം. തിരുവോണം എന്നാൽ വാമന ജയന്തിയാണ്. ഇത് മുമ്പ് ശശികല ടീച്ചർ പറഞ്ഞപ്പോൾ വിപ്ലവം നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷം മുമ്പ്, ഇപ്പൊ കുഴപ്പമില്ല, എന്തൊക്കെ കാര്യം മനസ്സിലായി. വാമന ജയന്തിയാണ്. വാമനമൂർത്തി അവതരിച്ചു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വാമന് ഹിന്ദുക്കൾ അമ്പലം ഉണ്ടാക്കി. എവിടെയെങ്കിലും മഹാബലിക്ക് നമ്മൾ അമ്പലം ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ടില്ല. വാമനമൂർത്തിക്ക് ക്ഷേത്രമുള്ളൂ. മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹോ ഇതി വാമന. ആറാമത്തേത് പരശുരാമനാണ്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, പരശുരാമൻ മഴുവറിഞ്ഞല്ലേ കേരളം ഉണ്ടായത്? അതെ. അങ്ങനെയെങ്കിൽ വാമന എങ്ങനെയാ കേരളം ഭരിക്കുക? അല്ല, മഹാബലി എങ്ങനെയാ കേരളം ഭരിക്കുക? വാമനമൂർത്തിയല്ലേ മൂപ്പരെ ചവിട്ടി താഴ്ത്തിയത്? അപ്പൊ ഇതും തെറ്റായ സങ്കല്പമാണ്. മഹാബലി ഭരിച്ചത് കേരളമല്ല, ഭൃഗുകച്ഛമാണ്. ഇന്നത്തെ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശം. അപ്പൊ ഗുജറാത്തിൽ ഉണ്ടായ ഒരു ഐതിഹ്യം കേരളത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകും. ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾ ആഘോഷിക്കാറുണ്ടോ? നമ്മൾ ആഘോഷിക്കാറില്ല, ഇല്ലേ? ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടെയാ? ഇന്നത്തെ ഉത്തർപ്രദേശിലെ മധുരയിലാണ്. മധുരയിൽ ശോഭായാത്രയില്ല. ശ്രീകൃഷ്ണൻ ജനിച്ച മധുരയിൽ ശോഭായാത്രയില്ല. ശ്രീകൃഷ്ണൻ ജനിച്ച മധുരയിൽ നിന്ന് 2500 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ കേരളത്തിലാണ് കേരളം മുഴുവൻ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ശോഭായാത്ര. ശ്രീരാമൻ ജനിച്ച അയോധ്യയിൽ, ശ്രീരാമൻ ജനിച്ച ഉത്തർപ്രദേശിൽ കർക്കിടകം രാമായണ മാസമല്ല. ശ്രീരാമൻ ജനിച്ച അയോധ്യയിൽ നിന്നും 2500 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ കേരളത്തിൽ കർക്കിടകം രാമായണ മാസമാണ്. ഈ ഭാരതം അന്നും ഇന്നും ഏകരാഷ്ട്രമാണ്. രാമനും കൃഷ്ണനും ജനിച്ചത് കേരളത്തിലല്ല. പക്ഷെ രാമനെയും കൃഷ്ണനെയും പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ? രാമന്റെ ഭാര്യയുടെ പേര് സീത എന്നറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ? അറിയില്ല, ഒരിക്കലും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഈ മണ്ണ് എന്നും ഏകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൃഗുകച്ഛം ഭരിച്ച ആ ഐതിഹ്യം കേരളത്തിന്റെ സ്വന്തം ഐതിഹ്യമായി മാറിയത്. പരശുരാമൻ 6ാമത്തെ അവതാരം മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. പരശുരാമന്റെ ദൗത്യം അഴിമതിയെ നിർമാർജനം ചെയ്യുക. ക്ഷത്രിയന്മാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ അഴിമതിയെ ഇല്ലാതാക്കുവാൻ അഴിമതിക്കാരായ ക്ഷത്രിയന്മാരെ ഇല്ലാതാക്കിയെങ്കിൽ 7ാമത്തെ അവതാരമാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ. മര്യാദ പുരുഷോത്തമൻ. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ധർമ്മത്തിന്റെ വ്യവസ്ഥ. രാമോ വിഗ്രഹവാൻ ധർമ്മ, ഇത് പറഞ്ഞത് മാരീചനാണ്. മാരീചൻ മരിച്ചത് രാമന്റെ ബാണമേറ്റാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെയും നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെയും പുകഴ്ത്തി സംസാരിക്കുന്നത് സ്വാഭാവികം. പക്ഷെ ആരെ ഭയന്നിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അയാളെ പുകഴ്ത്തലുണ്ടാവോ? മാരീചൻ ആരെ ഭയന്നിട്ടാ ജീവിക്കുന്നത്? രാമന്റെ ബാണമേറ്റപ്പോൾ ഓടി ഒളിച്ചവൻ പിന്നീട് ചന്ദ്രഹാസം കൊണ്ട് രാവണൻ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇനി രാമബാണമേറ്റ് മരിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് മാനായിട്ട് വരുന്നത്. അതിനു മുമ്പ് രാവണനെ ഉപദേശിക്കുന്നുണ്ട് മാരീചൻ. അന്നാണ് ലോക പ്രശസ്തമായ വാക്കുകൾ പറയുന്നത്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ എന്ന്. രാമൻ ധർമ്മം എന്ത് എന്ന് ചോദിച്ചാൽ രാമനെ കാണിച്ചാൽ മതി. ഇതാണ് രാമൻ, ധർമ്മമാണ് രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ പ്രതീകമാണ് രാമൻ. ആ രാമന്റെ ജീവിതം, പുത്രൻ പുത്രി, നമുക്കൊക്കെ മക്കളുണ്ട്, ആൺമക്കളും പെൺമക്കളും ഉണ്ട്. ഡോട്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ, സൺ എന്ന് പറയും ആൺകുട്ടിക്ക്. പക്ഷെ ഭാരതത്തിന്റെ പേര് പുത്രൻ ഓർ പുത്രി എന്നാണ്. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പും നാമ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവൻ പുത്രൻ ഓർ പുത്രി. പുല്ലിംഗ സ്ത്രീലിംഗ വ്യത്യാസമൊന്നും ഭാരതത്തില്ല. ആണായിപ്പോയി പെണ്ണായിപ്പോയി എന്നതുകൊണ്ട് മെച്ചപ്പെട്ട ഒന്നാണെന്നും ആരും പറഞ്ഞിട്ടില്ല. ഇടത് കണ്ണാണോ വലത് കണ്ണാണോ പ്രിയപ്പെട്ടത് എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുമ്പോ? നിങ്ങൾ 2 കണ്ണുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇടത് കണ്ണാണോ പ്രിയം, വലത് കണ്ണാണോ? ഈ പ്രകൃതിക്ക് 2 ഭാവങ്ങളേ ഉള്ളൂ, ഒന്നില്ലാതെ മറ്റൊന്നില്ല. പുരുഷനില്ലാതെ സ്ത്രീയില്ല, സ്ത്രീയില്ലാതെ പുരുഷനുമില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. 41 ദിവസം മുമ്പ് പുരുഷൻ കഴിച്ച അന്നം ശുക്ലമായി തീർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ അണ്ഡവുമായി സംഗമിച്ച് കുഞ്ഞായി വളരുമ്പോൾ കുഞ്ഞ് ആദ്യം ജനിക്കുന്നത് ആരില്ല? അമ്മയിലല്ല, അച്ഛനിലാണ്.
അച്ഛന്റെ ശരീരത്തിൽ 41 ദിവസം മുമ്പ് ജനിച്ച ബീജമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ അണ്ടവുമായി ചേർന്ന് കുഞ്ഞായി മാറുന്നതെങ്കിൽ ഇതിൽ ആരാ വലുത്? ഇതൊക്കെ പാശ്ചാത്യരുടെ കാഴ്ചപ്പാടാണ്. ഹിന്ദു സ്ത്രീകൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുക, ആണിനും പെണ്ണിനും. ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം. ദ്രൗപദി മുർമു സ്ത്രീയല്ലേ? പ്രതിഭ പാട്ടീൽ മുമ്പ് രാഷ്ട്രപതിയായിരുന്നില്ലേ? സ്ത്രീയല്ലേ? ഇന്ദിരാഗാന്ധി ഹിന്ദു സ്ത്രീയല്ലേ? പ്രധാനമന്ത്രിയല്ലേ? കഴിഞ്ഞ മോദി മന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ സ്ത്രീയല്ലേ? സ്ത്രീ ആയിപ്പോയി എന്നത് ഒന്നിന്റെയും പരിമിതിയായിട്ട് ഭാരതം കണ്ടിട്ടില്ല. അവിടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കോഴിക്കോട് സൗത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്ത്രീ മത്സരിച്ചു. വെണ്ടക്ക അക്ഷരത്തിൽ മനോരമയിലും മാതൃഭൂമിയിലും വാർത്ത, സ്ത്രീ മത്സരിക്കുന്നേ എന്ന്. പുലി വരുന്നേ പുലി എന്നൊക്കെ പറയാറില്ല നമ്മൾ. ഇതുപോലെ മുസ്ലിം ലീഗിൽ സ്ത്രീ മത്സരിച്ചാൽ വലിയ വാർത്തയാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ MLA ആയിട്ടില്ല, MP ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല. ഹിന്ദു സ്ത്രീകൾ മഹാഭാഗ്യവതികളാണ്. ഇങ്ങനെ ഒന്നിച്ചിരിക്കാം, ഏത് തലത്തിലേക്ക് എത്താം. അതാണ് പുത്രൻ പുത്രി എന്ന വ്യത്യാസമില്ല. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാനനവാസം രാമൻ കാട്ടിലേക്ക് പോകുവാൻ തയ്യാറായപ്പോൾ രാമന്റെ കൂടെ ലക്ഷ്മണൻ പോകുന്നു. അപ്പൊ രാമൻ ചോദിക്കുന്നു, ലക്ഷ്മണ, നിന്നോട് പറഞ്ഞിട്ടുണ്ടോ കയ്യേയി മാതാവ് കാട്ടു പോരാൻ? നിന്റെ ഭാര്യ ഊർമിള ഇവിടെയല്ലേ? കല്യാണം കഴിച്ചിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഘോരമൃഗങ്ങളും വന്യമൃഗങ്ങളും ജീവിക്കുന്ന കാട്ടിൽ എൻ്റെ ജ്യേഷ്ഠന് കാവൽ കിടക്കുവാൻ കൂടെ ആരുണ്ട്? അവരുടെ പേരാണ് സഹോദരങ്ങൾ. ഉദരം, വയറ്. സഹോദരങ്ങൾ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളുടെ പേരാണ് സഹോദരങ്ങൾ. ഞങ്ങളുടെ ഷോപ്പ് ഒരു സ്വദേശി സൂപ്പർ മാർക്കറ്റാണ്. ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കട. അപ്പൊ അവിടെ അതിന്റെ ഓപ്പോസിറ്റ് കോടതിയാണ്. കോടതിയിൽ നിന്ന് നമുക്ക് നല്ല പരിചയമുള്ള ഒരാൾ നിരാശനായിട്ട് പടവുകൾ ഇറങ്ങി വരുന്നു. അപ്പൊ ഞാൻ കണ്ടു, എന്താ ഇത്ര വിഷമം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒരു കേസ് ഉണ്ടായിരുന്നു, കേസിൽ ഞാനിന്ന് തോറ്റു, എനിക്ക് എതിരെ വിധി വന്നു. എന്തായിരുന്നു കേസ്? അത് ഞാനും അനുജനും തമ്മിൽ ഒരു സ്വത്ത് തർക്കമായിരുന്നു. 1 സെന്റ് ഭൂമി ഞങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് അവൻ്റെതാണെന്ന് അവൻ, എൻ്റെതാണെന്ന് ഞാൻ. എത്ര കൊല്ലം കേസ് നടത്തി? 12 കൊല്ലമായി. 10 സെന്റ് പൈസ വക്കീലിന് കൊടുത്തിട്ടുണ്ട്. 1 സെന്റിനായിരുന്നു കേസ്. വാശി പിടിച്ചു. ജ്യേഷ്ഠനും അനുജനും 1 സെന്റ് ഭൂമിക്ക് കേസ് നടത്തുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം ഈ രാമായണം വായിച്ചിരുന്നു, പഠിച്ചിരുന്നുവെങ്കിൽ ഒരു മഹാസാമ്രാജ്യം ഭരതന് ഒരു ചിലവുമില്ലാതെ കൈവെള്ളയിൽ വന്നു കിട്ടി, കോസല സാമ്രാജ്യം. പക്ഷെ ഒരൊറ്റ ദിവസം രാമൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഭരതൻ ഇരുന്നിട്ടില്ല. രാമന്റെ പാദുകങ്ങളെ ആ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് നന്ദിഗ്രാമിൽ പുൽപ്പായിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഭരണം നടത്തി. രാമന്റെ പ്രതിരൂപമായി നിന്നുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കാതെ ജ്യേഷ്ഠന് കാവൽ കിടക്കാൻ വേണ്ടി 14 കൊല്ലം യാതൊരു കണ്ടീഷനും ഇല്ലാതെ കാട്ടിലേക്ക് പോയി ആര്? ലക്ഷ്മണൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ യുവാക്കളുടെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ രാമായണം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു 30-35 വയസ്സ് പ്രായമുള്ള ഒരു യുവതി പറയാ, പ്രായമായിട്ടില്ല. രാമായണം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രായമായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ചേച്ചി അല്ല മേഡം, നിങ്ങൾ ഏത് പ്രായത്തിലാണ് ഇത് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്? 60 വയസ്സാണ് രാമായണം വായിക്കാൻ. ഹിന്ദുക്കളുടെ ഒരു തെറ്റിദ്ധാരണ, 60 വയസ്സിന് മേലെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ രാമായണം വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കുട്ടികൾ കൊടുക്കണം, ഇത് കുട്ടികൾ വായിക്കണം. കാരണം രാമായണം വ്യക്തി ജീവിതത്തെ രൂപപ്പെടുന്നതാണ്. ആ വ്യക്തി ജീവിതത്തിൽ സമഗ്രമായ പരിവർത്തനത്തിന് കാരണമാണ്. രാമായണം പഠിച്ച വീട്ടിലെ, വായിച്ച കുട്ടിയല്ല, പഠിച്ച വീട്ടിലെ കുട്ടികൾ ഒരിക്കലും കലഹിക്കില്ല. കാരണം അവർ ഭരതനെയും ശത്രുഘ്നെയും രാമനെയും ലക്ഷ്മണനെയും പഠിച്ചാൽ മറ്റൊന്നിനു വേണ്ടിയിട്ടും സഹോദരങ്ങൾ തമ്മിൽ കലഹമുണ്ടാവില്ല. ദൈവം 2 പ്രാവശ്യം ചിരിക്കുന്ന പറയാം. ഒന്ന്, രോഗി ഡോക്ടറുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ രക്ഷിക്കണം. അപ്പോ ഡോക്ടർ പറഞ്ഞു, നിന്റെ കാര്യം ഞാൻ ഏറ്റു. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത, ഡോക്ടർ മരിച്ചുപോയി. അപ്പോൾ ദൈവം ഒന്ന് ചിരിക്കും, ജീവൻ നീട്ടിക്കൊടുക്കുവാൻ ഇയാൾ ആര് എന്ന് ഓർത്തിട്ട്. പിന്നെ ദൈവം ചിരിക്കും. ഈ 5 സെന്റ് ഭൂമി കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇതെന്റേതാണ്, ഇവിടെ കാര്യക്കാൽ ഞാൻ വിട്ടു. അപ്പോൾ ദൈവം ചിരിക്കും.
ഈ ഭൂമി ചൂണ്ടിക്കാണിച്ച് ഇതെന്റേതാണ് എന്ന് പറയുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതേ ഭൂമി ചൂണ്ടിക്കാണിച്ച് 10,000-കണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ ഭൂമിയാണ്. അവരൊക്കെ ഈ മണ്ണിന്റെ ഉള്ളിൽ ഇപ്പൊ കിടക്കുന്നുണ്ട്. അപ്പോഴും ദൈവം ഒന്ന് ചിരിക്കും എന്ന് തമാശയായിട്ട് പറയാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.